അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. ഇന്ന് നല്ല ചിക്കൻ കറിയും പത്തിലും ഉണ്ടാക്കേണ്ട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ പാത്രം ഗ്യാസ് അടുപ്പിൽ വെക്കുന്നുണ്ട്. നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കണം. എല്ലാവരും വന്നിട്ട് ഇത് ഉണ്ടാക്കണം കേട്ടോ. പാത്രം ഒന്ന് കായട്ടെ. അങ്ങനെ നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കായട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി കായണം. വെളിച്ചെണ്ണ നന്നായി കാഞ്ഞിട്ടിട്ട് അതിലേക്ക് ഞാൻ ഒരു നീരുള്ളി ചെറുതായി മുറിച്ചത് ഒറ്റൊന്ന് നന്നായി ഒന്ന് വാടണം. നന്നായി വാടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പിടുന്നുണ്ട്. എന്നാൽ പിന്നെ വേഗം വാടുമല്ലോ നമുക്ക്. എല്ലാവരും നോമ്പോക്കിന് ക്ഷീണമെന്നല്ലേ പറയണ്ട. ചൂടൊന്നും വല്ലാത്തൊരു ചൂട് ഇങ്ങനെ ഇതുവരെ ഈ നോമ്പിനുണ്ടായിരിക്കാം എല്ലാ കൊല്ലും. ഇത് ആദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു ചൂട്. കഴിഞ്ഞൊന്നും ഇത്ര ചൂടുണ്ടായിരിക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ രണ്ട് തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി ചതക്കിയത്, ഒരു 5 വെളുത്തുള്ളി ചതക്കിയത്, 3 പച്ചമുളക് മുറിച്ചത് നന്നായി ഒന്നിത് വാടട്ട്. നന്നായി ഇളക്കുന്നുണ്ട്. ഇത് നന്നായി വാടട്ട്. വാടിയിട്ടാകുമ്പോൾ നല്ല രസം. മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇടുമ്പോൾ ഒരു കറീൻ്റെ ഒരു സ്വാദ് വരും. അങ്ങനെ പൊടികളെല്ലാം ഞാനിതാ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ചൊരിയുന്നുണ്ട്. നന്നായി ഇതൊന്ന് പൊടിയുടെ മണമെല്ലാം ഒന്ന് പച്ച മണമെല്ലാം പോട്ട് നന്നായി ഒന്ന് നമുക്കിത് ഇളക്കി. ഇനി മെയിൻ വേണ്ട കുരുമുളക് പൊടി ജാസ്തിയാണ്. അപ്പോൾ നല്ല രസമുണ്ടാവും കറിക്ക്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഇതേപോലെ നിന്ന് എല്ലാവരും എളുപ്പ കാര്യമാണ് നമുക്കിത് കറി വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ചിക്കൻ നന്നായി കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. മസാലയുടെ പിടിക്കട്ട് കുറച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഇതിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടണം. ഉള്ളി വാട്ടുമ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടു. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം വേവട്ട്. അങ്ങനെ ഇതിൻ്റെ മെയിൻ സാധനമാണ് ഉരുളക്കിഴങ്ങ്. അത് 2 എണ്ണം മുറിച്ച് കഴുകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചിക്കനിലേക്ക് ഇടുന്നുണ്ട്. അത് ചിക്കൻ ഇടുമ്പോൾ തന്നെ പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഇടണം. അപ്പോൾ നന്നായി ചിക്കനും ഉരുളക്കിഴങ്ങും ഒത്തിരി പോകും. അത് ഞാൻ ഒന്നിച്ചിടാൻ നമുക്ക് കുറച്ച് ഇതായിപ്പോയി, മാറിപ്പോയി. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മറന്നു. നന്നായി ഇതൊന്ന് വേവിട്ട്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂട്ടാം. തേങ്ങാപ്പാലെടുത്തത് ഞാൻ കൂട്ടുന്നുണ്ട്. നല്ല ഇതിലൊന്ന് കുറുകി വരണം. ഇത്
അപ്പോഴൊക്കെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറുകാൻ വെക്കുന്നുണ്ട്. ഇപ്പുറം പത്തിരി ഇടണം. ഇങ്ങനെ നമുക്കിത് മാറ്റി വെക്കാം. കുറുകി വരട്ട് പത്തിരി ഇടാൻ ഓട് വെക്കാം. ഓട് നല്ല ഒന്ന് കായട്ടെ. നമ്മുടെ ചിക്കൻ കറി ഇതാ നന്നായി ഇവിടെ തിളക്കുന്നുണ്ട്. പത്തിരി ഈ ഭാഗത്ത് ഞാൻ ചുടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഗരം മസാല പൊടി ഇതാ കുറച്ച് ഇടുന്നുണ്ട്. ഇത് വലിയ ജീരകപ്പൊടി. ഇത് ചെറിയ ജീരകപ്പൊടി. എല്ലാം കൂടി ഒന്ന് നല്ലോണം തിളക്കട്ടെ. അങ്ങനെ ഞാൻ പത്തിരി മറിച്ചിടുന്നുണ്ട്. എല്ലാവരും തിന്നാനിരുന്ന മുച്ച ത്രവേഞ്ഞിട്ട് വരുന്നത്ര വരുമ്പോഴൊക്കെ എല്ലാം ആക്കുന്നില്ല. പത്തിരി വേഗം ചൂടാൻ കഴിയും. അങ്ങനെ പത്തിരി ഇട്ട് കഴിഞ്ഞു. പിന്നെ കറി ഇതാ തിളക്കുന്നത്. ഇനി കാച്ചി പോരാനുണ്ട്. നമുക്ക് കറി ഓഫാക്കി വെക്കാം. കാച്ചി പോരുന്നത് കാട്ടിക്കാം. ചിക്കൻ കറിയുടെ റെഡിയായി. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പും കാച്ചി പോരാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ, നല്ല രസമാണ്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. പൊരിയിട്ടത് ചെറുള്ളി നന്നായി പൊരിയാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് പൊരിയാണ് ഇത്. അതിലേക്ക് നമുക്ക് കറിവേപ്പ് ഇടണം. കറിവേപ്പ് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് പൊരിയണം. നന്നായി നമ്മളെ ഉള്ളി ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഇടാം. അതിലേക്കറിയാം ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പ് വേറെ ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ് അങ്ങനെ കറി നമ്മളെ ചിക്കൻ കറിയുടെ റെഡിയായി. അടച്ചു വെച്ചു. ഇനി നമുക്ക് തിന്നുന്നത് കാണാം. അങ്ങനെ നമ്മളെ പത്തിനും ചിക്കൻ കറിയുടെ റെഡിയായി. ഞങ്ങൾ രണ്ടാൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ? നല്ല സൂപ്പർ ഉരുളക്കിഴങ്ങും അവൾക്ക് നടന്നു കൊടുക്കട്ടെ. ഇത് കുറച്ചുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് കറി? സൂപ്പറാ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ കറി എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്തോ. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.